നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. PSG വേഴ്സസ് ബയൺ മ്യൂണിക്ക് മത്സരം ഒരു വല്ലാത്ത പോരാട്ടമായിരുന്നു. ആരാണ് ഈ കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച്? അത് ഒസ്മാൻ ഡംബലെയാണ്. ഒരു പിടി മികച്ച കളികൾ നമ്മൾ കണ്ടു, താരങ്ങളുടെ പ്രകടനങ്ങൾ കണ്ടു. മൈക്കൽ ഒലീസെ, കിച്ചക്കാരുടെ സ്കേലിയ, ഒസ്മാൻ ഡംബലെ എല്ലാവരും പൊളിച്ചടുക്കിയിട്ടുണ്ട്. പക്ഷേ ഡംബലെക്കാണ് പ്ലെയർ ഓഫ് ദി മാച്ച് കൊടുത്തത്. എന്തുകൊണ്ട്? 5-4 വിജയത്തിന് ശേഷം ഡംബലേക്ക് പ്ലെയർ ഓഫ് ദി മാച്ച് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് യുവേഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ ഗ്രൂപ്പ് ഇപ്പോൾ കൃത്യമായി പറയുന്നുണ്ട്. യുവേഫ ഒഫീഷ്യലായിട്ട് അത് അറിയിക്കുന്നു. അതിങ്ങനെയാണ്: ഒസ്മാൻ ഡംബലെ ഹാഡ് ദി മോസ്റ്റ് ഓവറോൾ ഇമ്പാക്റ്റ് ഓൺ ദി റിസൾട്ട് ഓഫ് ദി സ്റ്റണ്ണിങ് മാച്ച്. ഈ സ്റ്റണ്ണിങ് മാച്ചിൻ്റെ ഈ കിടിലൻ കളിയുടെ റിസൾട്ടിൽ ഒസ്മാൻ ഡംബലെയാണ് ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. 2 ഗോൾ അദ്ദേഹം അടിച്ചത് കൂടാതെ ഒരു അസിസ്റ്റ് കൊടുത്തു. അതുകൂടാതെ പിന്നെ ആ ഗോളിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആവുകയും ചെയ്തു. സോ സൂപ്പർ പെർഫോമൻസ് ആണ് ഡംബലെ നടത്തി. അതിനാണ് ഡംബലക്ക് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കൊടുത്തത് എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് യുവേഫ അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ ഒരു കണക്കിലേക്ക് പോയാൽ 2 ഗോളുകൾ, ഒരു അസിസ്റ്റ്, 5 ഷോട്ടുകൾ തീർത്തു, 2 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക്, 8 പാസുകൾ, അതിൽ 7 എണ്ണം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നു. 88% അദ്ദേഹത്തിൻ്റെ ഒരു പാസിങ് ആക്യുറസി വരുന്നത്. 3 ക്രോസുകൾ, 2 എണ്ണം സക്സസ്ഫുൾ ആവുന്നു. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസാണ് ഒസ്മാൻ ഡംബലയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഡംബലെ കളിക്ക് ശേഷം കൃത്യമായിട്ട് തൻ്റെ നിരീക്ഷണം പറയുന്നുണ്ട് ഈ ഒരു കളിയെക്കുറിച്ച്. അദ്ദേഹം പറയുന്നു, ഇത് 2 ടീമുകൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് കളിച്ചൊരു മത്സരമാണ്. ഇത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലാണ്. ഞങ്ങൾക്കറിയാമായിരുന്നു ബയേൺ ഒരു ടോപ്പ് ടീമാണെന്ന്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. റിസൾട്ടിൽ ഞങ്ങൾ ഹാപ്പിയാണ്. 5-2 എന്ന രൂപത്തിൽ നിന്ന് ഇങ്ങനെ മാറിയെങ്കിലും ഈ റിസൾട്ടിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവസാന ഘട്ടത്തിൽ ഞങ്ങൾ കുറച്ച് കളിയൊന്ന് നിർത്തി എന്ന് പറയാം. ബയേൺ ഒരു ടോപ്പ് ടീമാണ്. ഇതൊരു ഇൻക്രെഡിബിൾ ഗെയിമാണ്. ഇനി മ്യൂണിക്കിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഹോപ്പിംഗ് ടു ഗെറ്റ് ദി വിൻ ഇൻ ഓർഡർ ടു ക്വാളിഫൈ ഫോർ ദി ഫൈനൽ എന്ന് ഒസ്മാൻ ഡംബലെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഡംബലെ ഒരു കാര്യം പറയുന്നു, അതായത് അദ്ദേഹം സിമിലർ ഗെയിമാണോ സെക്കൻഡ് ലെഗിൽ എക്സ്പെക്ട് ചെയ്യുന്നുള്ള ചോദ്യം വരുന്നത്. അതിനുള്ള മറുപടിയാണ് ഞങ്ങൾ 2 ടീമുകൾ അറ്റാക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന 2 ടീമുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിലോസഫിയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. വി വാണ്ട് ടു അറ്റാക്ക് ആൻഡ് സോ ഡു ദേ. ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്യണം, അവരും അങ്ങനെ തന്നെ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതേ രൂപത്തിലുള്ളൊരു മത്സരമാണ് 2ാം പാദത്തിലും പ്രതീക്ഷിക്കുന്നത് എന്ന് ഒസ്മാൻ ഡംബലെ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.